بسم الله الرحمن الرحيم. يا أيها النبي اتق الله ولا تطع الكافرين والمنافقين إن الله كان عليما حكيما واتبع ما يوحى إليك من ربك إن الله كان بما تعملون خبيرا وتوكل على الله وكفى بالله وكيلا ما جعل الله لرجل من قلبين في جوفه وما جعل أزواجكم اللائي تظاهرون منهن أمهاتكم وما جعل أدعياءكم أبناءكم ذلكم قولكم بأفواهكم والله يقول الحق وهو يهدي السبيل ادعوهم لآبائهم هو أقسط عند الله فإن لم تعلموا آباءهم فإخوانكم في الدين ومواليكم وليس عليكم جناح فيما أخطأتم به ولكن ما تعمدت قلوبكم وكان الله غفورا رحيما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1432 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിൻ്റെ ആമുഖം 5-ാം ദിവസമാണിന്ന്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي اتق الله ولا تطع الكافرين والمنافقين إن الله كان عليما حكيما واتبع ما يوحى إليك من ربك إن الله كان بما تعملون خبيرا وتوكل على الله وكفى بالله وكيلا ما جعل الله لرجل من قلبين في جوفه وما جعل أزواجكم اللائي تظاهرون منهن أمهاتكم وما جعل أدعياءكم أبناءكم ذلكم قولكم بأفواهكم والله يقول الحق وهو يهدي السبيل ادعوهم لآبائهم هو أقسط عند الله فإن لم تعلموا آباءهم فإخوانكم في الدين ومواليكم وليس عليكم جناح فيما أخطأتم به ولكن ما تعمدت قلوبكم وكان الله غفورا رحيما صدق الله العلي العظيم. സൂറത്തുൽ അഹ്സാബിന്റെ പശ്ചാത്തലവും സൂറത്തിൽ അടങ്ങിയിട്ടുള്ള അതിന്റെ ഉള്ളടക്കവും ഒക്കെ പരാമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ 3-4 ദിവസമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാന സെഷൻ എന്നുള്ള നിലക്ക് ഈ സൂറത്തുമായി ബന്ധപ്പെട്ട അനിവാര്യമായും മനസ്സിലാക്കി വെക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ സൂറത്തിന്റെ ആമുഖം അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്.
സൈനബ് റളിയല്ലാഹു അൻഹയുമായി ഉണ്ടായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം പരാമർശിക്കുകയുണ്ടായി. ഇത് യഥാർത്ഥത്തിൽ ചരിത്രത്തിലുടനീളം വലിയ വിവാദമായി മാറിയിട്ടുണ്ടായിരുന്ന ഒരു സംഗതിയാണ്. സമകാലികര് തന്നെ അതിന്റെ പേരിൽ ഒരുപാട് ദുഷ്പ്രചാരണങ്ങൾ നടത്തുകയുണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തില് മക്കയിലെ മുശ്രിക്കുകളും മദീനയിലെ മുനാഫിക്കുകളും ഇസ്ലാമിനോട് ശത്രുത കാണിച്ചുകൊണ്ടിരുന്ന ഗോത്രങ്ങളും യഹൂദ വിഭാഗങ്ങളും ഒക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുകയും അതുപോലെ അദ്ദേഹത്തെക്കുറിച്ച് വലിയ ദുഷ്പ്രചാരണം നടത്തുകയൊക്കെ ചെയ്യാൻ ഈ അവസരം അവര് പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഉഹദ് യുദ്ധം മുതൽ അഹ്സാബ് വരെയുള്ള ആ കാലം മുസ്ലിങ്ങളെ കൈകാര്യം ചെയ്യാനും ഒതുക്കാനും സാധിക്കാത്തതിന്റെ പേരിലുള്ള വലിയ ഇച്ഛാഭംഗത്തിലായിരുന്നു ഈ വിഭാഗങ്ങളൊക്കെയും തന്നെ. അവർക്ക് ഒരവസരം വീണ് കിട്ടിയതാണ്. മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ആ ഘട്ടത്തില് സത്യവിശ്വാസികളുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരു കരുത്തായിട്ട് സമൂഹം പൊതുവെ ഉൾക്കൊണ്ടിരുന്ന ഒരു സംഗതി അവരുടെ ധാർമ്മികതയും അവരുടെ സദാചാര മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയും ഒക്കെയാണ്. ചരിത്രത്തിലെ തന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് ധാർമ്മിക മൂല്യങ്ങള് സദാചാര നിയമങ്ങള് ഒക്കെ പാലിക്കുന്നതിലും അതിന്റെ അടിത്തറയിലുള്ള സാമൂഹ്യ ബന്ധങ്ങള് രൂപപ്പെടുത്തിയെടുക്കുന്നതിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടു വന്ന ആ സമൂഹം കാണിച്ച പ്രതിബദ്ധതയും അവർക്കതിലുണ്ടായ വിജയവും ഒക്കെ വളരെ വിസ്മയകരമായതാണ്. അതാണ് അവരുടെ കരുത്ത്, അവരുടെ ശക്തി എന്ന നിലക്കൊക്കെ മനസ്സിലാക്കപ്പെട്ടിരുന്ന ഒരു സംഗതിയാണ്. അപ്പോ ഇങ്ങനെ ഒരു വിഷയം വീണ് കിട്ടിയത് ഇസ്ലാമിന്റെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ കടന്നാക്രമിക്കാൻ അതൊരു നല്ല അവസരമായിട്ട് അവർ പ്രയോജനപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്നതാണ് വസ്തുത. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലായിട്ട് പല വിധത്തിലുള്ള ക്ഷതങ്ങളും തിരിച്ചടികളും ഒക്കെ ഉഹദിന്റെ ശേഷം അഹ്സാബ് വരെയുള്ള ആ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതിനെയൊക്കെ ഒന്ന് നേരിടുക എന്ന, അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ മുസ്ലിങ്ങളെ സാധിക്കുന്ന വിധത്തിൽ ഒന്ന് ദ്രോഹിക്കുക എന്ന ഒരു കാര്യം അവർ മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതിനാണ് ഈ സൈനബ് റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹം അവർക്ക് ഒരവസരം നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തില് അവര് ഉന്നയിച്ച ആക്ഷേപങ്ങൾ, അവര് നടത്തിയിട്ടുള്ള വിമർശനങ്ങളൊക്കെ തീർത്തും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. ഇതേ സംഗതിയാണ് ഇന്ന് നമ്മളുടെ ചാറ്റ് ബോക്സിൽ പലരും കുറിച്ചിടുന്നതും അതുപോലെ പിന്നിട്ട നാളുകളിൽ പലപ്പോഴായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി പലരും നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ആയ, പ്രത്യേകിച്ച് ഈ യുക്തിവാദികളും ഇസ്ലാം വിട്ടുപോയി എന്ന് പറയുന്ന എക്സ് മുസ്ലിംസ് എന്ന പേരിൽ സ്വയം പരിചയപ്പെടുത്തുന്ന ആളുകളൊക്കെ മുന്നോട്ട് വെക്കുന്ന പല വിഷയങ്ങളിലൊന്ന് ഈ സംഗതിയാണ്. ഇതില് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കസിൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ പിതൃ സഹോദരി പുത്രിയായിരുന്നു സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. അവർ ഖുറൈശി ഗോത്രത്തിലെ തന്നെ ഒരു അംഗമാണ്. ഉയർന്ന കുലീന കുടുംബ പശ്ചാത്തലമുള്ള ആളാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശൈശവം മുതലേ പരിചയമുള്ള ആളുമാണ്. ഇവിടെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ദത്തുപുത്രനായിരുന്ന സെയ്ദ് ഇബ്നുൽ ഹാരിസയുടെ പത്നിയിൽ അനുരക്തയായി അങ്ങനെ അവര് തമ്മിൽ ഒരു പ്രണയമുണ്ടായി. അത് സെയ്ദ് അറിഞ്ഞപ്പോ സെയ്ദ് അവരെ വിവാഹമോചനം ചെയ്തു.
പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു എന്നൊക്കെയാണ് ഈ ആളുകൾ പറഞ്ഞു പ്രചരിപ്പിക്കുകയുണ്ടായത്. യഥാർത്ഥത്തിൽ അത് വസ്തുതകളോട് ഒരു നിലക്കും ചേർന്നു പോലും വരുന്ന അടുത്തുപോലും വരുന്ന ഒരു കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തില് സൈനബിനെ വിവാഹം ചെയ്യേണ്ടതുണ്ടായിരുന്നെങ്കിൽ യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അത് എത്രയോ അത് സൈനബിനും കുടുംബത്തിനും അത് വളരെ തൃപ്തിയുള്ളതാകുമായിരുന്നു. സമൂഹത്തില് അങ്ങനെ ഒരു വിലക്കും നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല താൻ. പിന്നെ ഇങ്ങനെ ഒരു നാടകം കളിയുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധിച്ചാണ് യഥാർത്ഥത്തില് സൈനബിന് ഈ സെയ്ദ് ബിനുൽ ഹാരിസയുമായുള്ള വിവാഹം നടത്തുകയുണ്ടായത്. സൈനബ് അതില് അതൃപ്തി തുടക്കം മുതലേ കാണിച്ചിരുന്നതാണ്. പക്ഷെ ഒരു സാമൂഹ്യ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് ഏഹ് അടിമത്തത്തിൽ നിന്നും മുക്തി നേടിയ സ്വതന്ത്രനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതന്ത്രനാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ വളരെ അടുത്ത ശിഷ്യനായ സെയ്ദ് ബിനുൽ ഹാരിസിനെ വിവാഹം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബിനെ പ്രേരിപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ. അത് ഒരു സമ്മർദ്ദം പോലെ തന്നെ കുടുംബത്തില് അതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വിവാഹം അതിന്റെ ഒരു രസതന്ത്രം വേണ്ട വിധത്തില് വർക്ക് ചെയ്തില്ല എന്നതാണ് വസ്തുത. കാരണം അവര് രണ്ട് വളരെ വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകളാണ്. ഒരാള് വളരെ കുലീന കുടുംബത്തിലെ ഒരു ഉന്നത കുടുംബ പശ്ചാത്തലവും പദവിയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു യുവതി. അവരെ വിവാഹം ചെയ്യുന്നത് വിമുക്ത അടിമ ആയ സെയ്ദ് ബിനുൽ ഹാരിസ് ആണല്ലോ. സ്വാഭാവികമായിട്ട് ചില മാനസിക പൊരുത്തമില്ലായ്ക എന്ന വിഷയം കടന്നു വരികയാണ്. ഈ പൊരുത്തമില്ലായ്കയിൽ നിന്നാണ് അവർ തമ്മിലുള്ള വിവാഹം ഒരു ഫെയിലിയറായി മാറാൻ കാരണമായതും അതിനെ തുടർന്ന് അള്ളാഹു വഹിയിലൂടെ നിർദ്ദേശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൈനബിനെ വിവാഹം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അത് നിർവഹിക്കാത്തതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഈ സൂറത്തിൽ തന്നെ ആക്ഷേപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തൊലിപ്പുറമേയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് പല ധാരണകളിലേക്കും അല്ലെങ്കിൽ പല സംസാരത്തിലേക്കും ഒക്കെ പോകാം. എന്നാൽ വിശുദ്ധ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾപ്പിച്ചുകൊണ്ടിരുന്നത് ദൈവിക വെളിപ്പാടുകളാണ് എന്ന് ബോധ്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആയത്തുകളൊക്കെ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന പോലെ സൈനബിനെ വിവാഹം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിസമ്മതിച്ച് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടിച്ചു നിന്നിരുന്നതിന്റെ അതിന്റെ പേരിൽ നബിയെ ആക്ഷേപിക്കുന്ന ആയത്തുകൾ കൂടി ദൈവിക വെളിപ്പാടുകളായിട്ട് മനസ്സിലാക്കുകയേ വഴിയുള്ളൂ. കാരണം അത് വായിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ബോധ്യപ്പെടും അത് ഖുർആന്റെ ഭാഗമായത് തന്നെയാണ്, അത് ദൈവികമായി അവതരിപ്പിക്കപ്പെട്ട വെളിപാട് തന്നെയാണെന്നുള്ളത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മടിച്ചു നിന്നിരുന്ന ഒരു കാരണം സമൂഹത്തില് അത്രയും രൂഢമൂലമായിട്ട് നിലനിന്നിരുന്ന ഒരു നോഷൻ, അത് ഈ ദത്തുപുത്രൻ പുത്രനെ പോലെ തന്നെയാണ്, കുടുംബ ബന്ധം അതുപോലെ രക്തബന്ധം അതുപോലെയുള്ള സംഗതികളൊക്കെ സ്വന്തം പുത്രനെ പോലെയുള്ളതാണ് എന്ന ഒരു ധാരണ സമൂഹത്തില് രൂഢമൂലമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സെയ്ദ് ബിനുൽ ഹാരിസയുടെ വിവാഹമുക്തയായ സൈനബിനെ വിവാഹം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതിർന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ അത് നടപ്പിലാക്കാൻ വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതിയാണ്. എന്നാൽ അള്ളാഹു നിശ്ചയിച്ചത് അങ്ങനെ ഒരു നടപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ തന്നെ ഉണ്ടായിക്കൊണ്ട് ഈ അനാചാരം, ഈ തെറ്റായ ഒരു കീഴ്വഴക്കം അവസാനിപ്പിക്കണം എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇത്രയും അതിന് വിസമ്മതിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. എന്നാൽ തെറ്റായ ഒരു സംഗതിയുടെ അടിസ്ഥാനത്തില് ഒരു കുടുംബ ബന്ധങ്ങള് അതുപോലെ രക്തബന്ധം, ദായധന സംവിധാനങ്ങള്, അനന്തരാവകാശ നിയമങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ
ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ ഒന്ന് വേരോട്ടം നേടി നിലനിൽക്കുക എന്നത് തുടർന്ന് കൊണ്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് അവസാനിപ്പിക്കപ്പെടേണ്ടതാണ്. മാത്രവുമല്ല, ദത്തുപുത്രന്മാരും ദത്തുപുത്രിമാരും മുസ്ലിം കുടുംബങ്ങളില് സ്വന്തം പുത്രന്മാരെയും പുത്രിമാരെയും പോലെയുള്ള ഒരു ബന്ധം എന്ന നിലക്ക് പരിഗണിക്കപ്പെടുകയാണെങ്കിൽ അത് സമൂഹത്തിലെ കുടുംബ അന്തരീക്ഷത്തിലൊക്കെ അധാർമികതക്ക് വഴിയൊരുക്കുന്ന ഒരു സാന്നിധ്യമായി മാറും എന്നതാണ്. അവര് അന്യ പുരുഷന്മാരും അന്യ സ്ത്രീകളുമാണ് എന്ന കാര്യം ബോധ്യപ്പെടാത്ത ഒരവസ്ഥയിൽ കുടുംബങ്ങളും സമൂഹങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ പല വിധത്തിലുള്ള വഴിവിട്ട ബന്ധങ്ങൾക്ക് അത് കാരണമാകും എന്നതുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ അനന്തര സ്വത്തിന്റെ കാര്യത്തിൽ അള്ളാഹു നിശ്ചയിച്ച അവകാശികൾക്ക് സ്വത്ത് നിഷേധിക്കപ്പെടുകയാണ്. ഈ ദത്തുപുത്രന്മാർക്ക് അവകാശമുണ്ട് എന്ന തെറ്റായ ഒരു ധാരണ നിലനിൽക്കുമ്പോൾ ദത്തുപുത്രന്മാര് ഉണ്ടെങ്കിൽ അവർക്കാണ് മക്കളെപ്പോലെ അവകാശം കിട്ടുന്നത് എങ്കിൽ ഈ മരിച്ചു പോകുന്ന ആളുടെ സമ്പത്തില് അയാളുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അതുപോലെ അടുത്ത ബന്ധുക്കൾക്കും ഒക്കെ കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. ഇത് അതിന്റെ സ്വാഭാവികമായ ഫലമാണ്. അപ്പൊ ഈ തെറ്റായ കാര്യം അവസാനിപ്പിക്കുക എന്നത് അള്ളാഹുവിന്റെ നിശ്ചയമായിരുന്നു എന്നതാണ് ഇത് സംബന്ധമായിട്ടുള്ള വസ്തുത. മറ്റൊരു വിഷയം ഈ സംഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൈനബിനെ വിവാഹം ചെയ്യുന്നത് ഹിജാബ് യുദ്ധത്തിന് ബനൂ ഖുറൈള ഉപരോധത്തിന്റെ ആ ഘട്ടത്തിലാണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ആ ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 4 പത്നിമാര് അപ്പോൾ തന്നെ നിലവിലുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5ാമതൊരു പത്നിയെ സ്വീകരിക്കുന്നത്. 4 പത്നിമാര് വരെ മാത്രമേ പാടുള്ളൂ എന്ന് സൂറത്തുൻ നിസായില് അള്ളാഹു വ്യക്തമാക്കിയ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ മുസ്ലിം സാധാരണ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം 4 പത്നിമാരുള്ള ഒരാള് 5ാമതൊരു പത്നിയെ സ്വീകരിക്കുക എന്നുള്ളത് നിഷിദ്ധമായ ഒരു സംഗതിയാണ്, പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തില് അത് ബാധകമല്ല എന്ന ഒരു കാര്യം അള്ളാഹു പഠിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു നടപടിയിലൂടെയാണ്. അതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്, ഇനിമേൽ താങ്കൾക്ക് വിവാഹം ചെയ്യാൻ അനുവാദമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രത്യേകമായ സംവിധാനവും ഇളവും ഒക്കെയാണ് അള്ളാഹു ഇക്കാര്യത്തിന് നൽകിയിട്ടുള്ളത്, നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ചൊന്നും ആലോചനയില്ലാത്ത ആളുകൾക്ക് പല വിധത്തിലുള്ള ആക്ഷേപങ്ങളും ഉന്നയിക്കാം. എന്നാൽ അന്ത്യനാൾ വരെയുള്ള സമൂഹങ്ങൾക്ക് മാർഗദർശകം ആയിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി തുടർന്നുള്ള തലമുറകളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന അതുൾപ്പെടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ സങ്കീർണമായ പൊതുജീവിതത്തിന്റെ ഘട്ടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് പിന്തുണയും ആശ്രയവും ഒക്കെയായി മാറേണ്ട ഒരു റോള് അദ്ദേഹത്തിന്റെ പത്നിമാർക്കുണ്ട്. അത് അള്ളാഹുവിന്റെ നിശ്ചയമാണ്, തീരുമാനമാണ്. ഇപ്പൊ ഒരു US പ്രസിഡന്റിന് എത്ര സെക്രട്ടറിമാരുണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാടെണ്ണം ഉണ്ടാവും. US ഗവൺമെന്റിന്റെ ഒരു സംവിധാനമായിരിക്കും അങ്ങനെ സെക്രട്ടറിമാരൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ ആ രീതിയിലല്ല അള്ളാഹു മുസ്ലിം സമൂഹത്തിന്റെ കാര്യത്തിൽ, പ്രവാചകന്മാരുടെ കാര്യത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ നിശ്ചയം അള്ളാഹു ഈ നടപടികളിലൂടെ നടപ്പിലാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പത്നിമാര് കേവലം ദാമ്പത്യ ബന്ധത്തിന് മാത്രം ഉണ്ടായിരുന്നവരല്ല. പല പത്നിമാരും ദാമ്പത്യ ബന്ധത്തിന്റെ താല്പര്യങ്ങളിലൊക്കെ പിന്നിട്ട പ്രായത്തിലുള്ളവരുമായിരുന്നു എന്നതാണ് വസ്തുത. അപ്പോ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് വേണം ഈ സംഗതിയെ വിലയിരുത്താനും ഉൾക്കൊള്ളാനും എന്നതാണ് ഇത് സംബന്ധമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അപ്പോ ഈ സന്ദർഭം സൈനബുമായി നടന്ന ഈ വിവാഹം ഒരു അവസരമായി കണ്ടുകൊണ്ട് ഇസ്ലാമിനോട് വിരോധം വെച്ച് പുലർത്തിയ ആളുകള് ദുഷ്പ്രചാരങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി പ്രണയത്തിലായതാണ്. എന്നിട്ട് അവരുടെ ഭർത്താവ് സെയ്ദ് അത് കാരണമായിട്ട്
അവരെ വിവാഹമോചനം ചെയ്തു. എന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്തു എന്നതൊക്കെ ആരോപണങ്ങൾ, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിന്റെ വസ്തുതകൾ മനസ്സിലാക്കുമ്പോൾ എത്ര ഉന്നതമായ ഒരു ധാർമ്മിക സദാചാര വ്യവസ്ഥ ആണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ഏറ്റവും മാതൃകായോഗ്യനായ വ്യക്തിയായിരുന്നു അള്ളാഹുവിന്റെ ദൂതൻ എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഈ ആരോപണം എത്ര അപകടകരമായതും എത്ര ദ്രോഹവും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യക്തിഹത്യ ചെയ്യാൻ കരുതിക്കൂട്ടി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതുമായിരുന്നു എന്നത് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഇത് ആ ഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് പോലും ചില നിലക്കുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട് ഈ ഇത്തരം പ്രചാരണങ്ങളും അതുപോലെ തന്നെ നടപടികളും ഒക്കെ തന്നെ. അപ്പൊ അതിനെ തുടർന്നാണ് ഈ സൂറത്തില് ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതവും കുടുംബ ജീവിതവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ വിശേഷിപ്പിക്കുകയും അവരുമായി ഏത് വിധത്തിലാണ് ഇടപഴകേണ്ടത് എന്നതൊക്കെ ഈ സൂറത്തിൽ ഭാഗികമായിട്ട് പഠിപ്പിക്കപ്പെടുന്നത്. സൂറത്ത് നൂറിലാണ് ഇതിന്റെ നിയമനിർദ്ദേശങ്ങൾ ബാക്കി വരുന്നത്. അതുകൊണ്ട് പൊതുവെ മുഫസ്സിറുകൾ സൂറത്തുൽ അഹ്സാബില് ആരംഭിച്ച് സൂറത്ത് നൂറില് പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് ഇസ്ലാമിലെ ഹിജാബ് അഥവാ പർദ നിയമങ്ങൾ എന്ന നിലയ്ക്ക് വിലയിരുത്തുന്നത് കാണാൻ സാധിക്കും. അതിന്റെ കുടുംബാന്തരീക്ഷത്തിലും അവര് പുറത്തു പോകുമ്പോഴൊക്കെ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, പൊതുജനങ്ങളോട് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരുടെ കാര്യത്തിലും അതുപോലെ ഇതര മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിലും ഒക്കെ സ്വീകരിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് എന്നതൊക്കെ പഠിപ്പിക്കപ്പെടുകയാണ് ഈ രണ്ട് സൂറത്തുകളിലായിട്ട്. പൊതുവെ ഇസ്ലാമിലെ പർദ നിയമങ്ങൾ എന്ന പേരിലാണ് ഇത് മലയാളികൾ ഇതിനെ പരാമർശിച്ചുകൊണ്ട് സംസാരിക്കാറുള്ളത്. അറബിയിൽ പറയുമ്പോൾ ഹിജാബ് നിയമങ്ങൾ എന്നാണ് പറയാറുള്ളത്. അപ്പോ ഇത് സൂറത്തുൽ അഹ്സാബിന്റെ അവതരണം കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം പിന്നിട്ട ശേഷമാണ് സൂറത്തുൽ നൂറിന്റെ അവതരണം. അതിലാണ് ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപവാദ വിഷയങ്ങൾ വരുന്നതും അത് സംബന്ധമായിട്ട് ഉള്ള നിയമനിർദ്ദേശങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണല്ലോ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബകാര്യങ്ങളും പരിമിതമായിട്ട് ഈ സൂറത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടിരുന്ന സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമായതായിരുന്നു. മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്ന് 3-4 വർഷങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരുമാനത്തിന് യാതൊരു സോഴ്സും ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. ഹിജ്റ 4-ാം വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വരുമാനം ഉണ്ടാകുന്ന ഒരു സാധ്യത ഉണ്ടായി വന്നിട്ടുള്ളത്. ബനു നളീർ ഗോത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ഗൂഢാലോചനയിലൂടെ കൊന്നുകളയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയതിനെ തുടർന്ന് അവര് നാടുകടത്തപ്പെടുകയാണ്. അതിനെ തുടർന്ന് കരഗതമായ യുദ്ധമുതലുകൾ, അതിന്റെ ഭാഗമായുള്ള ഒരു തോട്ടം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവശ്യങ്ങൾക്കായിട്ട് നീക്കി വെക്കുന്നുണ്ട്. ഇതാണ് 4 പത്നിമാരുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമ്പത്തിക സ്രോതസ്സായിട്ട് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അത് തന്നെ വളരെ അപര്യാപ്തമായിരുന്നു എന്നതാണ് ഈ സൂറത്തിലെ ചില പരാമർശങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പത്നിമാര് പലപ്പോഴും ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി പണം അല്ലെങ്കിൽ ജീവിത വിഭവങ്ങൾ ഒക്കെ ഒട്ടും ഇല്ലാത്തതിന്റെ പേരിലുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി പല സാഹചര്യങ്ങളെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആള് എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും ഭാര്യമാർക്ക് ആവശ്യമായ ജീവിത വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും ഒന്നും എളുപ്പമായിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ജീവിതത്തിൽ ആശ്വാസകരമായ സാമ്പത്തിക അവസ്ഥ ഉണ്ടാവുന്നില്ല എന്ന ഒരു കാര്യം കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ച ഘട്ടങ്ങളിൽ ഭാര്യമാര് അത് സംബന്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂചിപ്പിച്ചപ്പോ അള്ളാഹു നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഈ സൂറത്തിൽ
അവരും അവരോട് പറയുന്നത്. നിങ്ങൾക്ക് വളരെ സുഭിക്ഷവും സുഖലോലുപതയും ഉള്ള ഒരു ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളെ അള്ളാഹു മാന്യമായ സാമ്പത്തിക പിൻബലം നൽകിക്കൊണ്ട് നിങ്ങളുമായുള്ള ബന്ധം വേർപെടുത്തിയേക്കാം. നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരു സംഗതിക്ക് ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും പാരത്രിക ജീവിതത്തെയുമാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മര്യാദയും അച്ചടക്കവും ഉള്ള ആളുകളായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിയുക എന്ന വിധത്തിൽ 2 ഓപ്ഷൻസ് അവരുടെ മുന്നിൽ വെക്കുന്ന ഒരു കാര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് അവരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു സംശയത്തിന് പോലും ഇടമുണ്ടായിരുന്നില്ല. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയൊന്നും പറഞ്ഞതും ആയിരുന്നില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു എന്നതാണ് വസ്തുത. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൈയൊഴിഞ്ഞുകൊണ്ട് നബിയിൽ നിന്ന് വേർപെട്ടു പോകുന്ന വിവാഹബന്ധം വേർപെടുത്തുന്ന ഒരു സംഗതിയെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റുന്ന അവസ്ഥയായിരുന്നില്ല എന്നത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്. അപ്പോ ഈ ഒരു സംഗതി അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ചുകൊണ്ടാണ് ഈ സൂറത്തിൽ പരാമർശിക്കപ്പെടുന്നത്. നമ്മൾ ഇതിനകം ചർച്ച ചെയ്തിട്ടുള്ള സൈനബ് റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരെ വിവാഹം ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 4 ഭാര്യമാരിരിക്കെ 5-മതൊരു ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നത് സത്യവിശ്വാസികൾക്കിടയിലും അത് ഇസ്ലാമിന്റെ നിയമത്തിന് വിരുദ്ധമല്ലേ എന്ന നിലക്കുള്ള ഒരു വിഷയം പൊങ്ങി വരുന്നുണ്ട്. അതിനുള്ള മറുപടി കൂടിയാണ് ഈ കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഈ സൂറത്തിൽ പരാമർശിക്കുന്നത്. പിന്നെ ഈ സൂറത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ഏകദേശം ഒരു 9 ഇഷ്യൂസ് ഈ സൂറത്തിൽ പൊതുവായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് കാണാൻ പറ്റും. ഇതിന്റെ തുടക്ക ഭാഗത്ത് സെയ്ദ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ദത്തുപുത്രന്മാരെ അല്ലെങ്കിൽ ദത്തുപുത്രിമാരുടെ കാര്യത്തിൽ നിലനിന്നിരുന്ന ആചാരങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ടുള്ള നിർദ്ദേശവും നിയമങ്ങളും ഒക്കെയാണ് തുടക്കത്തിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ ചുമതലപ്പെടുത്തുന്നു അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. മറ്റൊന്ന് ഇതില് അഹ്സാബ് യുദ്ധം, ബനു ഖുറൈള യുദ്ധം ഇവയെ കുറിച്ചൊക്കെയുള്ള നിരീക്ഷണങ്ങളാണ് ഈ സൂറത്തിൽ വരുന്ന 2-മത്തെ ഒരു പ്രമേയം. 3-മത്തത് ഇത് 35-മത്തെ ആയത്ത് ആ ഭാഗത്താണ് വരുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരുടെ അവര് ഉന്നയിച്ച അവരെ പല അസംതൃപ്തികളെയും മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു അവർക്ക് നൽകുന്ന നിർദ്ദേശം അവരെ കേൾപ്പിക്കാൻ പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത്. അതുപോലെ മറ്റൊരു വിഷയം 36-മത്തെ ആയത്ത് മുതൽ 48 വരെയുള്ള ആയത്തില് സൈനബ് റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹത്തിനുള്ള അള്ളാഹുവിന്റെ ഇടപെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ്. വേറെ ഒന്ന് വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നിർദ്ദേശം 49-മത്തെ ആയത്തിൽ കാണാം. വിവാഹമോചനത്തിന്റെ ചില മര്യാദകൾ പഠിപ്പിക്കുന്ന കാര്യം. അതുപോലെ 50 മുതൽ 62 വരെയുള്ള ആയത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു വ്യക്തിപരമായ ഒരു നിർദ്ദേശം എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹ സംബന്ധമായ നിർദ്ദേശങ്ങൾ, അത് പാലിക്കപ്പെടേണ്ട ചില നിയമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിപരമായിട്ട് പാലിക്കേണ്ട കാര്യം എന്ന നിലക്കും പരാമർശിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. പിന്നെ 53 മുതൽ 55 വരെയുള്ള ആയത്തുകളിൽ സമൂഹത്തിന്റെ സംസ്കരണം ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളിൽ സന്ദർശകർ വരുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ, അതുപോലെ അടുത്ത ബന്ധുക്കൾക്ക് അവിടെ പ്രയോജനപ്പെടുത്താവുന്ന സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ട്, അതുപോലെ അന്യരായ
ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ കേൾക്കുകയും അവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ, അതുപോലെ അതിന് ഒരു മറക്ക് പിന്നിൽ നിന്നുകൊണ്ട് ആ സംസാരം നിർവഹിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന ഒരു കാര്യം അവിടെ കാണാൻ കഴിയും. അതുപോലെ പ്രവാചക പത്നിമാര് മുസ്ലിം സമുദായത്തിലെ എല്ലാവരുടെയും അവരുടെ സ്റ്റേറ്റസ് ഉമ്മമാരുടെ പദവിയാണ്. അവരെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുകയും വിശേഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോ ആ കാര്യം അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ജീവിതത്തെ പ്രയാസപ്പെടുത്തുന്ന വിധത്തിലുള്ള ദുഷ്പ്രചാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്കുള്ള താക്കീത് ഇതില് തുടർന്നുള്ള ആയത്തുകളിൽ നൽകപ്പെടുന്നുണ്ട്. അതുപോലെ സാമൂഹ്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം സ്ത്രീകള് അവരുടെ വീടുകളിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പാലിക്കേണ്ട വസ്ത്രധാരണ മര്യാദയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് തുടർന്ന് 59-ാമത്തെ ആയത്തിൽ നൽകപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഏകദേശം ഈ വിഷയങ്ങളാണ് ഈ സൂറത്തിന്റെ ഉള്ളടക്കമായിട്ട് വരുന്നത്. ഈ സൂറത്തുമായി അതുപോലെ ഈ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സൂറത്തിലെ ആയത്തുകൾ വിശദമായി പഠന വിധേയമാക്കുന്ന ഘട്ടത്തിൽ കൂടുതലായിട്ട് മനസ്സിലാക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സൂറത്തിലെ ആയത്തുകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ വിശദമായിട്ട് പഠന വിധേയമാക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.